ബാത്റൂമിൽ കയറുന്ന സമയത്ത് അറബി പറയാൻ പാടുണ്ടോ? ഉണ്ടോ? അറബി വാക്കുകൾ പറയാൻ പാടുണ്ടോ? ഖുർആനോ ദിക്റോ വല്ലതും പറയാൻ പാടുണ്ടോ? ഇല്ല. ഇന്നത്തെ വീടുകളിലെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ബാത്റൂമും കുളിപ്പരയും ഒരുമിച്ചല്ലേ? എന്തേ മനുഷ്യന്മാരെ ഒരുമിച്ചല്ലേ? ഞാൻ ചോദിക്കണമെന്നിരിക്കുന്നത് എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഈ പെണ്ണുങ്ങള് വലിയ അശുദ്ധിയുടെ കുളി കുളിക്കുന്ന സമയത്ത് ഒന്നാം ഷഹാദത്ത്, രണ്ടാം ഷഹാദത്ത് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ പെണ്ണുങ്ങൾ കുളിക്കണ സമയത്ത് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോ ഒന്നാം ഷഹാദത്ത്, രണ്ടാം ഷഹാദത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ബാത്റൂമിൽ കയറി നിന്നിട്ടാ പറയണേ? ഏപ്പാ പെണ്ണുങ്ങളെ, എനിക്കറിയില്ല. ഈ അടുത്തൊരു സംശയം ചോദിച്ചത് എനിക്ക് എന്റെ മറുപടി പറയാനില്ല. അപ്പോഴാ ഞാൻ അറിയണേ ഈ കുളിക്കുന്ന സമയത്ത് ഒന്നാം ഷഹാദത്തൊക്കെ പറയണമെന്ന്. അപ്പൊ ഇന്നത്തെ അധികം ബാത്റൂമുകളും ടോയ്ലറ്റും ഹമ്മാമും രണ്ടും ഒരുമിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ കുളിക്കുമ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് ഈ വലിയ ശുദ്ധിയുടെ കുളിക്കുമ്പോഴൊക്കെ ഒന്നാം കാര്യം ഷഹാദത്ത് കഴിയുമ്പോൾ ബാത്റൂമിൽ നിന്നാ പറയണേ. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതൊന്ന് ഉസ്താദിന്റെ മസലകളൊക്കെ ചോദിച്ചു പഠിക്കണം. ഞാൻ നിങ്ങളെ വസ്വാസിലാക്കിയതല്ല. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി അതൊക്കെ പറയണമെന്ന് അപ്പോഴാ അറിയണേ. വലിയ ശുദ്ധിയുടെ കുളിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടോ ഉസ്താദ്? നീയത്ത് വെച്ചാ മതി. അതന്നെ, പറയാൻ പാടില്ല. നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ അത് മനസ്സിൽ കരുതണമെന്ന. ബാത്റൂമിനകത്ത് നിന്നുകൊണ്ട് ഇതെങ്കിലും പറയുന്നവരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു അതിനകത്ത് കയറി ഒന്നും പറയാൻ പാടില്ല എന്നല്ലേ? അതൊക്കെ മനസ്സിൽ പറയുന്നൊരവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാ